ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സ്പൂക്കി ഇൻ ലവ് സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. കിടിലൻ എപ്പിസോഡാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതേപോലെ ഈ വീഡിയോയുടെ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 50 ലൈക്സ് ആണ്. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് ഇനി മുതൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും ഇൻവെസ്റ്റിഗേഷന് പോകാൻ പോകുന്നതെന്ന്. അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ കുറച്ച് റൂൾസ് ഒക്കെ ഇടുവാണ്. ഒന്ന്, രണ്ടുപേരും അടുത്തടുത്തേ കൂടെ നടക്കില്ല. അതേപോലെ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഇത്ര ഡിസ്റ്റൻസ് വിട്ടായിരിക്കുള്ളൂ. അതേപോലെ ഒരിക്കലും ഒറ്റയ്ക്ക് ഒരാൾ ക്രൈം സീനിൽ പോവില്ല. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടാണ് നായകന് കുത്താൻ വരുന്നതും അതേപോലെ നായകനും ഒരു ഫെയിൽ ആവണതൊക്കെ. അപ്പൊ ഒറ്റയ്ക്ക് ഇനി ക്രൈം സീനിൽ പോയി ആരും ഇടികൊള്ളാനും നിൽക്കില്ല, രണ്ടുപേരും ഒരുമിച്ചാ പോകുള്ളൂ എന്നൊക്കെ ഇവർ ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ 6ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടെ ഈ വട്ടം അന്വേഷിക്കാൻ പോകുന്നത് ഒരു 300 വർഷം മുമ്പത്തെ ഒരു കേസാണ്. ആ കേസിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു രാജാവ് പ്രിൻസിന് ഒരു പെണ്ണിനെ ഇഷ്ടം തോന്നുന്നു. ആ പെണ്ണ് മറ്റൊരു പയ്യനായ ഇഷ്ടത്തിലാണ്. അങ്ങനെ രാജാവ് ഇവളെ വേണമെന്നുള്ള വാശിയോ ആ ടൈമില് ഇവളെ പിടിച്ചോണ്ട് പോകാൻ നേരത്ത് നമ്മുടെ കാമുകൻ അതിന്റെ ഇടയിൽ കയറലും കാമുകനെയാണ് ഈ രാജാവ് ക്രൂരമായി മർദ്ദിക്കലും. അങ്ങനെ അവസാനം ഇവൾ അവനെ രക്ഷിക്കാൻ നോക്കുമ്പോ ആ ദേഷ്യത്തിന്റെ പുറത്ത് ഇവളെ തന്നെ രാജാവ് വെട്ടിക്കൊല്ലും. കാരണം ഈ രാജാവിന് തന്നെയാണ് ഇവളോട് ഇഷ്ടം തോന്നിയത്. പുള്ളിക്കാരനെ ഇവളോട് ജസ്റ്റ് ലെസ്റ്റ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, പ്രണയമൊന്നുമില്ലായിരുന്നു. പോയപ്പോ പാവം കാമുകനും അതേപോലെ കാമുകിക്കും പോയി. ഇങ്ങനെ നമ്മുടെ നായകനും നായികയും ഫുൾ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഈ 300 വർഷം പഴക്കമുള്ള കേസിന്റെ. അങ്ങനെ അതിന്റെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ നായകനെ ക്രഷുള്ളവനില്ലേ, അവനും നായികയും കൂടെ ഒരു ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോ നമ്മുടെ നായകനും അതേപോലെ നായകനോട് ചെറിയ താല്പര്യമുള്ള ഒരു പെണ്ണുണ്ടല്ലോ ഇവന്റെ ഓഫീസിൽ, അവരും കൂടെ പിന്നെ കണ്ടുകിട്ടുവാണ്. അപ്പൊ നായികയ്ക്ക് ഒരു ഇതാവുണ്ട്, നായകനൊരു ഇതാവുണ്ട്. കാരണം രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ ഫീലിങ്സ് ഉണ്ട്. ബാക്കിയുള്ളവരോടാണ് ഇവർക്ക് ഫീലിങ്സ് ഇല്ലാനും. പക്ഷെ എപ്പോഴും കണ്ടുകിട്ടുമ്പോ ഇവര് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും നിൽക്കണത് മിക്കപ്പോഴും. ഇനി ഇവരെ കാണുമ്പോൾ തന്നെ നമ്മുടെ നായകന്റെ ഒപ്പമുള്ള പെണ്ണ് പറയാണ്, ഓ നിങ്ങളുടെ അല്ലേ എൻഗേജ്മെന്റ്. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടാണ് നമ്മുടെ നായികയുടെ പുറം അടക്കുന്നവന് ഒരു ഫേക്ക് ആയിട്ടൊരു എൻഗേജ്മെന്റിന്റെ ഒരു പോസ്റ്റർ ഇറക്കിയായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് നമ്മുടെ നായകന്റെ ഒപ്പമുള്ള പെണ്ണ് ഈ നായികയുടെ പുറം അടക്കുന്നവനോട് ചോദിക്കുന്നുണ്ട്, ഓ നിങ്ങളുടെ എൻഗേജ്മെന്റ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ നായകന്റെ ഒപ്പമുള്ള പെണ്ണ് ഡിന്നറിന് ക്ഷണിക്കുകയാണ്. അപ്പൊ നായകൻ പറയണ്ടേ അതൊക്കെ എന്തിനാന്നൊക്കെ. പക്ഷെ നമ്മുടെ നായികയ്ക്ക് എന്തോ ആ സീൻ മൊത്തത്തിൽ ഓക്കോടായിട്ടോന്ന് തോന്നുന്നു. അവൾ പറയുന്നു അതിനിപ്പോൾ എന്താ, നമുക്ക് 4 പേർക്ക് എന്തായാലും ഡിന്നർ കഴിക്കാൻ പോകാന്ന് പറയുന്നു. അങ്ങനെ അവർ ഡിന്നർ കഴിക്കാന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഈ നമ്മുടെ നായകന്റെ ഒപ്പം നടക്കുന്ന പെണ്ണാണെങ്കിൽ എന്ത് സംസാരം നിർത്തില്ല. അവൾ അത് ഇത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഡിന്നറിലിരിക്കുമ്പോൾ ഫുൾ കൊണകൊണാതെ സംസാരിക്കുകയാണ്. അങ്ങനെ നായികയും കൂടെ സംസാരത്തിൽ കൂടുണ്ട്. അപ്പൊ ഈ നായകന്റെ കുറെ കഥകളും കാര്യങ്ങളൊക്കെ ഈ നായകന്റെ ഒപ്പമുള്ള പെണ്ണ് പറയുന്നത്. ആ നായകന്റെ ഒപ്പമുള്ള പെണ്ണിന് നല്ല താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു നായകനോട്. അവൾ കുറേ കൂടെ ഓവർ ആക്റ്റീവും കൂടെയാണ്. പക്ഷെ നായകനാണെങ്കിൽ നായികയുടെ ഒപ്പം നടക്കുന്ന മറ്റവനില്ല, അവനെ കണ്ണെടുത്ത കണ്ടുകൂടാ. അതിപ്പോ ബോയ്സിന് എല്ലാവർക്കും അങ്ങനെയാണല്ലോ, ഒരു റിലേഷൻഷിപ്പ് ഒരു കുറെ കൂടെ അറ്റാച്ച്മെന്റ് വരുമ്പോ. നായകനാണ് ഈ ഡിന്നർ ഫുള്ള് ദേഷ്യം വരലാണ്. കാരണം നായികയ്ക്കും നായകനെ ഇങ്ങനെ കളിയായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഈ ഒപ്പമുള്ള പെണ്ണുങ്ങോടെ ഇങ്ങനെ ഇത് നായകൻ ഇവളുടെ കയ്യിലെന്തോ ഈ നായകന്റെ ഒപ്പമുള്ള പെണ്ണ് കയറി പിടിക്കാൻ പോകുമ്പോ കൈയൊക്കെ മാറ്റണ്ട. അപ്പൊ ഇവര് കെയറിങ് ആന്ന് പറഞ്ഞ് നായകനെ പൊക്കി വിടുന്നു. അപ്പൊ നായകനെ കെയറിങ് ഒന്നുമല്ല, അത് പറയാൻ പറ്റില്ല എന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഇവൻ ഫുൾ ഓക്കോടാക്കാണ്. കാരണം നായകയുടെ കൈ കയറി പിടിച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് പോലെ പ്രേതങ്ങളെ കാണുമല്ലോ, അത് വരാതിരിക്കാനാണ്. അങ്ങനെ എല്ലാവരും കൂടെ നായകനെ അവിടെ തിന്നുവാണ് ഡിന്നറിന്. നായകന് തീരെ താല്പര്യമില്ല ഇവരുടെ ഒപ്പം പോയി ഡിന്നർ കഴിക്കാനൊന്നും. അങ്ങനെ ഡിന്നർ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ നായകന്റെ ഒപ്പമുള്ള പെണ്ണ് ചോദിക്കുന്നുണ്ട്, വരണ്ടോ എൻ്റെ ഒപ്പം ക്യാബിലെന്ന്. അപ്പൊ ഇല്ല നീ പൊക്കോ, ഞാൻ അല്ലാണ്ട് പൊക്കോളാന്ന് പറഞ്ഞ നായകൻ പയ്യെ മാറും. അപ്പൊ നമ്മുടെ നായികയുടെ ഒപ്പോളം പറയുന്നുണ്ട് മറ്റേ നായകനെ കൊടുന്ന് ഡ്രോപ്പ് ചെയ്യാന്നൊക്കെ. അപ്പൊ നായിക പറയുന്നത് കുഴപ്പമില്ല ഞാൻ നടന്നു നോക്കളാന്ന് പറയുന്നു. അപ്പൊ അവൻ ചോദിക്കുന്നുണ്ട് ഞാനും കൂടെ നടന്നോട്ടെ എന്ന് കൂടെ. അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. അങ്ങനെ നായികയും പയ്യെ ഊരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ നമ്മുടെ നായകനും നായികയും കൂടെ നടന്നു പോവാണ്. അത് നല്ല ഫണ്ണായിട്ടുള്ള സീനാണ്. കാരണം നായകൻ ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് നായികയുടെ പുറകെ വരുവാണ്. കാരണം ഒന്നാമത് ഇവർ തമ്മിൽ ചെറിയൊരു വശപിശക്കായല്ലോ ഈ രണ്ടുപേരും ഇടയിൽ കയറിയപ്പോൾ. ഇങ്ങനെ ഇവർ രസകരമായിട്ട് യോരി അത് ഇതെന്ന് പറഞ്ഞു. കാരണം ഇവർ ഡിന്നറിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ജലസ് ടൈപ്പായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു ബൈക്ക് നമ്മുടെ നായകനെ ഇടിക്കാൻ വേണ്ടി വരുവാണ്. അറിയാണ്ടെന്തോ തന്നെയാണ്. അപ്പോഴേക്കും നമ്മുടെ നായകൻ ഇവളുടെ കൈ കയറി പിടിക്കാനുള്ള മറ്റേ മുട്ടി കയറി പിടിച്ച് വലിക്കുമ്പോ ഇവർ രണ്ടും കൂടെ മറ്റേ ഫ്രഞ്ച് കിസ് അടിച്ചാണ് നിൽക്കുന്നത്. അത് കാരണം ഒന്നാമത് ഇവര് ഫീലിങ്സ് ഉണ്ടാകാനും അതിൻ്റെ കൂടെ ഒരു ഫ്രഞ്ച് കിസും കൂടെ ആയി. ഇങ്ങനെ ആ കിസ് ചെയ്യുമ്പോൾ നായിക ചോദിക്കണത് ഞാൻ നിന്നെ തൊട്ടൊന്നും ഇല്ലാലോ എന്ന് ചോദിക്കുന്നു. പറയുന്നത് തൊട്ടൊട്ടൊന്നും ഇല്ല എന്ന് പറയുന്നു. കാരണം ഇവള് തൊട്ടാൽ മാത്രമാണോ അതോ ഇനി ബോഡിയുടെ ഏതെങ്കിലും പാർട്ട് ടച്ച് ചെയ്താലും പ്രേതങ്ങളെ കാണുമെന്ന് ഡൗട്ടാലോ. അപ്പൊ ഈ നായകൻ ചോദിക്കണ്ട അന്ന് യാച്ചിൽ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് പിന്നെ ഇതേപോലത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. ഇല്ല ഇത് ആദ്യമായിട്ടാണെന്ന് പറയുന്നത്. എന്നിട്ട് ഇനി പ്രേതങ്ങളെ വല്ലതും കണ്ടുകഴിഞ്ഞാൽ എന്നെ വിളിക്കണം എന്ന് പറയുന്നു നായിക. എന്നിട്ട് നായികയ്ക്ക് ആകെ ചമ്മലായില്ലോ. നായകന് ഒരുമാതിരി നായകന് വലിയ താല്പര്യമൊന്നുമില്ല,
എന്നാൽ രണ്ടുപേർക്കും ഒരു ഓക്വാർഡായില്ലോ. അപ്പം തന്നെ നായകി ഓടിപ്പോവാണ്. എന്നാൽ വിളിച്ചേരേട്ടോ എന്ന് പറഞ്ഞ് നടന്ന് ഓടിപ്പോവാണ്. അങ്ങനെ നായകൻ റൂമിൽ ചെല്ലുമ്പോൾ തന്നെ നായകൻ ഫുള്ള് പേടിച്ചാണ് നിൽക്കണേ, ഇനിയിപ്പോൾ വല്ല പ്രേതം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ നമ്മുടെ നായകി വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു നമുക്ക് ഇങ്ങനെ കേസ് അന്വേഷിക്കേണ്ട, ഇത് പണിയാവും എന്ന് പറയുന്നു. അപ്പോൾ നായകൻ പറയുന്നത് ഇതൊന്നും കുഴപ്പമില്ല, ഇനിയിപ്പോൾ പ്രേതങ്ങൾ വന്നാൽ പോലും ഇത് ആദ്യത്തെ ഓട്ടമൊന്നും അല്ലല്ലോ, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, നമുക്ക് ഈ കേസ് എങ്ങനെയെങ്കിലും തീർക്കണം എന്ന് പറയുന്നു. കാരണം നായകൻ ആ അറ്റാച്ച്മെന്റ് എന്തായാലും കളയാൻ പറ്റില്ല നായികയായിട്ടുള്ള, അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു നായകന്. നായികയ്ക്കും താല്പര്യമുണ്ട്, പക്ഷെ ഇവനെ ട്രിബിളിലാക്കണ്ടെന്ന് ഓർത്തായിരിക്കും നായിക പയ്യെ മാറാൻ നോക്കുന്നത്. അങ്ങനെ രണ്ടുപേരും ആ കിസ് കിട്ടിയ സന്തോഷത്തിലാണ് കിടന്നുറങ്ങണത്. കാരണം രണ്ടുപേർക്കും ഇഷ്ടമായി കിസ്, പക്ഷെ എന്നാലും പേടിയുണ്ട്. പിന്നെ അവരത്ര അങ്ങ് റിലേഷൻഷിപ്പ് ഒന്നും ആയിട്ടില്ലല്ലോ, അതിൻ്റെ ഒരു മടിയുണ്ട്. അങ്ങനെ നമ്മുടെ നായകനും നായികയും കൂടെ ഒരുമിച്ച് അന്വേഷിക്കാൻ പോയി. അവസാനം അവർക്കൊരു ബുക്കിൽ ഒരു ഐഡിയ കിട്ടും. അന്ന് പറഞ്ഞാൽ അവര് അന്ന് നൈറ്റ് കാണുമെന്ന്. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു മ്യൂസിയം ഇവർ രണ്ടുപേരോടെ വിസിറ്റ് ചെയ്യാനുണ്ട്. ആ മ്യൂസിയത്തിന്റെ അടുത്തൊരു മരമുണ്ട്, അതിന്റെ താഴെയാണ് ഈ പെണ്ണിനെ കുഴിച്ചിട്ടേക്കണേ, നമ്മുടെ ആദ്യം കണ്ട കാമുകീനെ നമ്മുടെ പ്രിൻസ് കുഴിച്ചിട്ടത്. അപ്പൊ അതായിരുന്നു ഇവർക്ക് കണ്ടുപിടിക്കേണ്ടത്. മ്യൂസിയത്തിന്റെ അടുത്തുള്ള മരത്തിന്റെ താഴെ കുഴിച്ചിട്ടു എന്ന് വെച്ചാലും ഇവർക്കത് തോണ്ടിയെടുക്കാൻ പറ്റില്ല, അങ്ങനെ എന്തോ വിഷയങ്ങളൊക്കെ ഉണ്ട്. സോ അവരതിനുള്ളൊരു വഴി തപ്പുവാണ്. അങ്ങനെ അവസാനം അവർ വഴി തപ്പിയിട്ട് നമ്മുടെ നായകന് ഒരു ഐഡിയ കിട്ടുന്നു. ആ കൺസ്ട്രക്ട് ചെയ്തവരുടെ ആർട്ടിഫാക്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമെന്നുള്ള എന്തോ വഴി. അത് ഈ ഓരിനോട് പറയാൻ ചെല്ലുന്ന ഒരു സീനുണ്ട്, അത് കിടിലൻ സീനാണ്. കാരണം അവളൊരു മരച്ചോട്ടിലേക്ക് നമ്മുടെ നായകൻ അവളൊക്കെ ചിരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അവൻച്ചാൽ അവർ തമ്മിൽ അത്ര ഡീപ്ലി അറ്റാച്ച് ആയി കാണിക്കുന്ന ഒരു സീൻ. കാരണം നായികയും ഇവനെ കാത്ത് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവന് നായികനെ കാണുമ്പോൾ വരുന്ന സന്തോഷവും എന്നുവെച്ചാൽ ഒരാളായിട്ട് അറ്റാച്ച് ആയി കഴിഞ്ഞിട്ട് നമ്മൾ അയാൾക്ക് വേണ്ടി എഫേർട്സ് എടുത്തില്ലേ, അത് ഈ സീരീസിൽ ഒട്ടനീളം കാണിക്കുന്നുണ്ട്. അത് കണ്ടിരിക്കാൻ നല്ല രസമാണ് താനും. കാരണം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലായിട്ട് അറ്റാച്ച്മെന്റ് വരുമ്പോൾ അതൊരു ഫൺ തന്നെയാണല്ലോ. എപ്പോഴും ഒരു ഹാപ്പിനെസ്സും ആ ഒരു ഫീല് മൊത്തത്തിൽ ഈ സീരീസിൽ കിട്ടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നായികയുടെ അമ്മൂമ്മ ഗ്രാൻഡ് മദർ വയ്യാണ്ടായി കിടക്കുവാണ്. ആ ടൈമിൽ നമ്മുടെ നായിക ചെല്ലുമ്പോൾ അമ്മൂമ്മ കൈ നീട്ടുണ്ട്. കാരണം നമ്മുടെ ഈ നായിയുടെ പുറകെ നടക്കുന്നവനും അവിടെ ഉണ്ട് ആ റൂമിൽ. അവൻ അമ്മയുടെ കൈ പിടിച്ചൊക്കെയാണ് ഇരിക്കണത്. പക്ഷെ ഇവൾക്ക് കൈ കൊടുക്കാൻ പറ്റുന്നില്ല. ഇവൾക്ക് അത് കാണുമ്പോൾ ഇവൾക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുവാണ്. കാരണം അത്രയും പ്രിയപ്പെട്ട ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ പോലും കൈ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. കൈ കൊടുത്തതിനാൽ പിറ്റേന്ന് അവർ പേടിച്ചാവും. അതാണല്ലോ അവസ്ഥ. അപ്പോൾ അവൾ ശരിക്കും കരയുവാണ് അത് കാണുമ്പോൾ. അങ്ങനെ നമ്മുടെ അമ്മൂമ്മ പറയാണ്, ഇനി എനിക്ക് അധികം നാളില്ല, നിന്റെ ഒരു കല്യാണോ കാര്യങ്ങളോ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ നിന്നെ പറ്റി കുറെ അപവാദങ്ങളൊക്കെ പുറത്ത് കിടക്കുന്നുണ്ട്, അപ്പം അതൊക്കെ മാറ്റാൻ ഒരു കല്യാണം പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഈ മിൻഹാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവൻ എന്നുവെച്ചാൽ ഇവളുടെ പുറം നടക്കുന്നത്. അപ്പം അവൻ നല്ലവനല്ലേ, അവനെ നിനക്ക് പണ്ടേ അറിയാവുന്നതല്ലേ, അവനായിട്ട് കല്യാണം കഴിച്ചാൽ എന്താന്നൊക്കെ ചോദിക്കേണ്ട അമ്മൂമ്മ. പിന്നെ നമ്മുടെ നായകനും നായികയും കൂടെ കുറെ കഷ്ടപ്പെട്ട് ആ മരം തോണ്ടാനുള്ള അനുവാദം കിട്ടുവാണ്, മരത്തിന്റെ അടിയിൽ എന്താന്നുള്ളത്. അങ്ങനെ അനുവാദം കിട്ടി. ഇവർ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് മഴയും കാര്യങ്ങളൊക്കെ പെയ്യുവാണ്. എന്നുവെച്ചാൽ ആ ദിവസം മൊത്തത്തില് മറ്റേ പ്രകൃതി ഭയങ്കര ഷോക്കായിരുന്നു, എന്താ നടക്കണമെന്നും അറിയില്ല. അങ്ങനെ അവർ തോണ്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവൾക്ക് നായികയ്ക്ക് ഒരു കോള് വരും. അപ്പൊ അതിൽ പറയും ഫാമിലിയുടെ ഒരു ഡിന്നർ സെറ്റ് ആക്കിയിട്ടുണ്ടെന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ അതൊരു എൻഗേജ്മെന്റിന് വേണ്ടി എന്തോ ആണ് മിൻഹാനും നമ്മുടെ നായികയും കൂടെ ആയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ നായകനോട് ഈ യോരി പറയുന്നുണ്ട് മറ്റേ എൻ്റെ എൻഗേജ്മെന്റ് ആണെന്ന് തോന്നുന്നത്. അപ്പൊ നായകൻ ചോദിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ, അങ്ങനെയാണ് എന്നോട് പറയാനുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി ഇവരെല്ലാവരും ഫാമിലി ഡിന്നറിന് വേണ്ടി ഒത്തുകൂടിയേക്കുവാണ്. അപ്പൊ നമ്മൾ ആ കുഴിച്ച സ്ഥലം ഒന്നുകൂടെ കാണിക്കുന്നുണ്ട്, അവിടെ എന്തോ വിഷയമുണ്ട്, അത് വരാൻ പോവാന്നുള്ളത്. ആ ടൈമില് നമ്മുടെ ഇവര് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഇവര് പറയാണ്, എന്നുവെച്ചാൽ ഫാമിലിയിൽ ഒരു പെണ്ണുണ്ട്, അവളാണ് ഏറ്റവും വലിയ ശോകം, എല്ലാ കുത്തിത്തിരിപ്പും ഉണ്ടാക്കണം. അവള് പറയാണ് ഒരാളും കൂടെ വരാനുണ്ടെന്ന് പറയുന്നു. ആ ടൈമില് വരണത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നായകനാണ്, പ്രോസിക്യൂട്ടർ മായാണ്. അപ്പം നമ്മുടെ നായിക എണീറ്റ് എന്ന് പറയുകയാണ്, ഞാനും പ്രോസിക്യൂട്ടർ മായും കൂടെ എൻഗേജ് ആവാൻ പോവാന്ന്. കാരണം ഇവർ തമ്മിൽ കല്യാണം കഴിക്കാൻ പോവാന്ന് പറയാണ്. ചിലപ്പോൾ ഇത് റിയൽ ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ ഈ വീട്ടുകാരുടെ കണ്ടിലൊന്ന് പൊടിയിടാൻ വേണ്ടി ആയിരിക്കാം. അവളോട് പുറം നടക്കണ മിൻഹാനും ഫാമിലിയും എല്ലാവരും ഇരിക്കണ്ട അവിടെ. അപ്പം ഇനി എന്താണ് അടുത്ത എപ്പിസോഡിൽ നടക്കാൻ പോകുന്നതെന്ന് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി. കാരണം ഇനി വീട്ടുകാർ ഇവനെ തല്ലി കൊല്ലുമെന്നോ അല്ലെങ്കിൽ മിൻഹാൻ കൊല്ലുമെന്നോ അല്ലെങ്കിൽ ആ കുഴിച്ചുകൊണ്ടിരുന്ന ഇത് മരത്തിൽ അടി കുഴിച്ചുകൊണ്ടിരുന്ന തീരനെ കാണിക്കാനുള്ള. കാരണം മഴ പെയ്തുകൊണ്ട് പണി പകുതിക്ക് വെച്ച് നിർത്തിയേക്കുവാണ്. അപ്പം ശരിക്കും ഇനി അതിൻ്റെ അകത്ത് ആരാണെന്നോ ഒരു പിടുത്തമില്ല എന്താ നടക്കാൻ പോണെന്ന്. അപ്പം അടുത്ത എപ്പിസോഡായിട്ട് വേഗം തന്നെ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറക്കല്ലേ. അപ്പം ശരിയെന്നാ.